ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗത്തിൽ പരാമർശിച്ചത് കോൺഗ്രസിന്റെ ചില നിലപാടുകളെ കുറിച്ചാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നാണംകെട്ട പാർട്ടിയാണെന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് തുണി ഉരിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം സമ്മിറ്റിൽ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ നാണം കെടുത്താനാണ് ശ്രമിച്ചത്. ഇത് ശ്രമിച്ചത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ പഴയ പാരമ്പര്യം പുതിയ കാലഘട്ടത്തിലെ കോൺഗ്രസ് നേതാവും പിന്തുടരുന്നു. ഇതിൽ വലിയ അത്ഭുതമില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വന്തം രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം ഉണ്ടാകുന്നു എന്നതിൽ അഭിമാനിക്കുന്നതിന് പകരം അതിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നു രാഹുൽ ഗാന്ധി. എന്തിനു വേണ്ടിയിട്ട്? കഴിഞ്ഞ 10-15 വർഷമായിട്ട് രാജ്യത്തിന്റെ ഭരണം തങ്ങളുടെ കുടുംബത്തിന് നഷ്ടമായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട്. അങ്ങനെയല്ലേ വിചാരിക്കുക? തീർച്ചയായിട്ടും ഭ്രാന്ത് പിടിച്ചു രാഹുൽ എന്ന് പറയേണ്ടി വരും. കാരണം ഒരിക്കലും ഒരാൾ പോലും പാർട്ടിക്കകത്തെയും ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾക്കകത്തെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ പോലും അനുകൂലിക്കാത്ത ഒരു കാര്യം. കാരണം അനുകൂലിക്കാത്തെന്ന് പറഞ്ഞാൽ, ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നാളെ കാലത്തെ അധികാരത്തിൽ വരുന്നതിന് അല്ലെങ്കിൽ നിലനിൽക്കുന്നതിന്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് ഒരു പാർട്ടിയുടെ നിലപാടിന് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയമില്ലാത്തവനും ചിലർ പറയും, ഇപ്പം സിനു പറയും എനിക്ക് രാഷ്ട്രീയമൊന്നും, ചില ആൾക്കാർ പറയുന്നത് രാഷ്ട്രീയം ഇല്ലെന്ന് പറയുന്നതിന് ഭ്രാന്ത. തലയ്ക്ക് വെളിവുള്ള ഏതൊരു കുട്ടിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ച് ഇന്ന്, ഇന്നലെ, നാളെ ഒരു മനുഷ്യന്റെ കൺസെപ്റ്റാ. അതെന്തു ആകാം. നമ്മുടെ ഇന്ത്യ ഇങ്ങനെയായിരുന്നു ഇന്നലെ, ഇന്ന് എങ്ങനെയാവണം, നാളെ എങ്ങനെയാവും, ഇതിനാ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾ നിലപാടുകൾ എടുക്കുമ്പോൾ, ഒരുപക്ഷെ അവർ ജനത്തിനെ സമീപിക്കുമ്പോൾ, ജനത്തിന്റെ മാൻഡേറ്റിന് വേണ്ടി സമീപിക്കുമ്പോൾ, അവർ ആ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഉതകുന്ന രീതിയിൽ, ആ രാജ്യത്തിന് പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചോളാം എന്ന് കണ്ടാണല്ലോ ഇടപെടുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ഇടപെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇടപെട്ടാലേ ജനം അതിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇതിനകത്ത് ജനത്തിന് വിശ്വാസയോഗ്യമാകുന്ന രീതിയിലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും ഒക്കെ തുലനം ചെയ്തിട്ടായിരിക്കും ജനം രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ ഭരണത്തിൽ ആൾക്കാരെ നിയോഗിക്കുന്നതിനും ഒക്കെ മാൻഡേറ്റ് ഉപയോഗിക്കുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞത്, നിങ്ങൾ നഗ്നതാ പ്രദർശനം നടത്തി ലോകത്തിൽ ഇന്ത്യ മുമ്പിൽ ഈ നഗ്നതാ പ്രദർശനം നടത്തി ഇന്ത്യ മഹാരാജ്യത്തെ അവഹേളിച്ചു. അതിനകത്ത് എനിക്ക് അതിശയമൊന്നുമില്ല. കാരണം കോൺഗ്രസ് എന്നേ നഗ്നമാണ്. നിങ്ങൾ ചെയ്ത കാര്യം, അദ്ദേഹം പറഞ്ഞ കാര്യം, നിങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ നിങ്ങൾ എനിക്കെതിരെ സ്ത്രീകളെ ഉപയോഗിച്ച് മർദ്ദിക്കുന്നതിനും അതിനുശേഷം സ്ത്രീകളുടെ വസ്ത്രം വലിച്ചു കീറി നഗ്നതാ പ്രദർശനം പ്രധാനമന്ത്രി നടത്തുന്നതിനും അല്ലെ സ്ത്രീകളെ ഉപദ്രവിച്ചു എന്ന് വരുത്തുന്നതിനും വേണ്ടി പ്ലാൻ ചെയ്ത പാർട്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത് ഇന്ത്യയെ അപമാനിക്കലാണ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ഇന്ന് AI യുഗത്തിലേക്ക് പോവുകയാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആ യുഗത്തിലേക്ക് പോകുന്നതിനും അതിൻ്റെ കസ്റ്റോഡിയനാകുന്നതിനും മത്സരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വലിയ മീറ്റ്. അതായത് നാളെ ഈ ലോകം യുഗത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മാൻഡേറ്റ് ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്ത് വരാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്തരത്തിലൊരു മീറ്റ് ഇന്ത്യയിൽ സംഘടിപ്പിക്കുകയാണ്. ആ സംഘടിപ്പിക്കുന്ന മീറ്റിനകത്ത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ട് 80ഓളം രാജ്യത്തിൻ്റെ പ്രതിനിധികളുണ്ട്. നിസ്സാര പ്രതിനിധികളല്ലോ സിനു, നിങ്ങൾക്കറിയാമല്ലോ. കോടീശ്വരന്മാർ, അത്തരത്തിൽ വലിയ വ്യവസായികൾ, 20ഓളം രാജ്യതലവന്മാരുണ്ട്. അവിടേക്ക് എന്തിൻ്റെ പ്രതിഷേധം? അവിടെ എന്തിനാ പ്രതിഷേധം? അവർ പ്രതിഷേധിച്ചവർ പറഞ്ഞ കാര്യം എന്താ? ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനകത്ത് ഉള്ള പിഴവുകൾ ചർച്ച ചെയ്യാം. അതിന് ഉള്ള പിഴവുകൾക്ക് സമരം ചെയ്യാം. ഉള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ ആ പിഴവുകളെ ചൂണ്ടിക്കാണിച്ച് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ പ്രചരണം നടത്താം. അതിന് മറ്റൊരു രാജ്യത്തെ ആൾക്കാരെ എല്ലാം വിളിച്ച് നമ്മുടെ രാജ്യത്തിരുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി അല്ല നമ്മുടെ രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ഇവിടെ ഇരുന്ന് കൂടിയാലോചിച്ചാൽ ഈ കാര്യം ചർച്ച ചെയ്താൽ ലോകത്തിൻ്റെ നെറുകയിൽ എത്താൻ സാധിക്കും, ഈ വിഷയം വലിയ വലുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് കണ്ട് വന്ന രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർ, വ്യവസായികൾ ഇവരെല്ലാം അപമാനിക്കുന്ന രീതിയല്ലേ? അവരെ അപമാനിക്കുമ്പോൾ ഇന്ത്യയുടെ അപമാനമല്ലേ ഉണ്ടാവുന്നത്? അവരിപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ധരിച്ചത് ഇത്രയും വലിയ സെക്യൂരിറ്റിയുള്ള 80ഓളം രാജ്യത്തു നിന്നുള്ള ആൾക്കാർ, 20ഓളം രാജ്യത്തിൻ്റെ തലവന്മാർ വന്നിരിക്കുമ്പോൾ അതിന് സെക്യൂരിറ്റി വലിയ വലിപ്പത്തിലായിരിക്കുമല്ലോ. ഇതുപോലെ ഒരു സെക്യൂരിറ്റി ത്രെഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അപമാനമല്ലേ? അത്തരത്തിലൊരു രാജ്യമായിട്ട് ഇന്ത്യ വന്നില്ലേ? ഇന്ത്യയെല്ലാം പ്രധാനപ്പെട്ട കസ്റ്റോഡിയനാര്? അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അതിൻ്റെ പിറകിൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി തുണി അഴിച്ചു അല്ലെങ്കിൽ നഗ്നതാ പ്രദർശനം നടത്തി, അതിനകത്ത് അതിശയമൊന്നുമില്ല. ആൾക്കാരെ പറഞ്ഞു വിട്ടത് അത്തരത്തിൽ മാനസികാവസ്ഥ ഉള്ളത് കൊണ്ടാണ്. എന്നേ നഗ്നമാണ് കോൺഗ്രസ് എന്നുള്ള രീതിയിൽ ഇത് വലിയ പ്രതിഷേധമായി കേട്ടോ. YSR കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ UP-യിൽ ഇപ്പോൾ കോൺഗ്രസിന് നിലനിൽപ്പായിട്ട് വന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു ഇതൊന്നും അനുവദിക്കാൻ പറ്റത്തില്ല.
രാജ്യത്തെ അവഹേളിക്കുന്ന, രാജ്യത്തിന്റെ പുരോഗതിയിലൂന്നി കാര്യം ചെയ്യുമ്പോൾ രാജ്യത്തെ അവഹേളിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനവും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രവർത്തനവും അനുവദിക്കാൻ പറ്റത്തില്ല. അതൊന്നും പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതുപോലെ BJP വലിയ സമരം ഏറ്റെടുത്തു. ഇതിനകത്ത് ഏത് പരിപാടി അവതരിപ്പിച്ചാലും നമ്മൾ പരാജയത്തിലേക്കാണ്. ഇതിനകത്ത് BJP വലിയ പ്രശ്നമായി. BJP രാജ്യവ്യാപകമായിട്ട് സമരം സംഘടിപ്പിച്ചു, ഈ വിഷയം ഏറ്റെടുത്തു. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞവൻ രാജ്യദ്രോഹിയാണെന്ന് മുദ്ര കുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ കാരണങ്ങൾ കാണിച്ച് സമരം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ വസതി ഇവിടുത്തെ യുവാക്കൾ വളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതായത് 15ഓളം യുവാക്കൾ ഈ പറയുന്ന സെക്യൂരിറ്റി കാരെ വെട്ടിച്ച് അതിനകത്ത് കടന്ന് ഷർട്ട് ഊരി പ്രതിഷേധിച്ചപ്പോൾ അവർക്ക് ഇറങ്ങി വന്നപ്പോൾ ഉള്ള അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ. ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ഷർട്ട് ഊരിയെങ്കിൽ അവരുടെ ജെട്ടി വരെ ഊരിയാണ് വെളിയിലെ ജനങ്ങളും അല്ലെങ്കിൽ പോലീസുകാരും ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവരും. അപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ വസതി വളഞ്ഞു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ BJPക്കാർ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. രാജ്യത്ത് ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുമ്പോൾ IS ഭീകരർ ഇവിടെ വന്നു. എന്തിനു വന്നു? ഇവിടെ ആക്രമിക്കാൻ വന്നു. ഇവിടെ എന്തിനു വന്നു? ഇവിടുത്തെ നഗരങ്ങൾ തകർക്കാൻ വന്നു, ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വന്നു. അതായത് നമ്മളുടെ ശത്രു രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ്, ഇപ്പോൾ ശത്രു രാജ്യമാണല്ലോ, പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളിടത്ത് നിന്ന് അവിടെ ഒരു പള്ളിക്കകത്ത് കഴിഞ്ഞ 6-ാം തീയതി നടന്ന ഒരു സ്ഫോടനത്തിന്റെ ആള് നമ്മളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിരന്തരം പരമ്പരയായിട്ട് സീരിയൽ ബോംബിംഗ് നടത്തുന്നതിന് വേണ്ടി വന്ന ആൾക്കാരെ പിടിച്ചപ്പോൾ അവരും ഈ യൂത്ത് കോൺഗ്രസ്സുകാരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതാണ് പറഞ്ഞത്. അത് അവർ നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്നു. അവർ യൂത്ത് കോൺഗ്രസ്സുകാർ വ്യത്യാസമുണ്ട്. മറ്റവന് ശത്രുവാണല്ലോ, അവന് ചെയ്യേണ്ട പണിയാണ്. പക്ഷേ ഇവൻ മിത്രത്തിന്റെ ഭാവേന ഇവിടെ നിന്നിട്ട്, ഇന്ത്യയുടെ ഭാവേന ഇവിടെ നിന്നിട്ട്, ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ട്, ഇന്ത്യയുടെ പുരോഗതിയെ ലക്ഷ്യം വയ്ക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം ചെയ്യുമ്പോൾ, അതായത് അവരുടെ ഭാഗമായിട്ട് നിന്ന് ഇന്ത്യക്കകത്ത് ചെയ്യുന്നതല്ലേ നമുക്ക് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആഭ്യന്തരമായിട്ട് ഇത്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ഇത്തരം നേതാക്കളെ ശരിക്കും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക തന്നെ വേണം. ഇവിടെ ഈ പറയുന്ന വസ്ത്രമൂരി കാണിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ രാജ്യാന്തര തലത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു നേട്ടം, അതിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത്. കാരണം വിവിധ രാജ്യങ്ങളിലെ തലവന്മാരെ, വിവിധ മേഖലയിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ ഇവിടെ വരികയാണ്. അപ്പോൾ ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ വാർത്തകളും സംഭവങ്ങളും വരുന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കുറേയധികം കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നു. ആ കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്താണ്? ഇതുമായി ബന്ധമില്ലാത്ത മറ്റെന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ രാജ്യത്തിന് നേട്ടം കിട്ടുന്ന കാര്യങ്ങൾ വരുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം എന്താ, അല്ലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം എന്താ? കഴിഞ്ഞ 3 ടേമായിട്ട് അവർ അധികാരത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. അത് ആരുടെ കുഴപ്പം കൊണ്ടാണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. രാഹുൽ ഗാന്ധിയെ ഒരു ലീഡറായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിലും രാഹുലിൻ്റെയും സോണിയുടെയൊക്കെ ചിന്ത എന്താ? ഇത് ഞങ്ങൾക്ക് കുടുംബ പാരമ്പര്യം എന്ന നിലയിൽ കിട്ടിയതാണ്. ഏത് രാജ്യത്തിൻ്റെ അധികാരം, അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടിയേ പറ്റൂ. അപ്പോൾ കൂടുതൽ വോട്ട് കിട്ടിയ, കൂടുതൽ സീറ്റ് കിട്ടിയ BJP നിങ്ങൾ മാറി പ്രതിപക്ഷത്തിരിക്കൂ, കുറഞ്ഞ വോട്ട് കിട്ടിയെങ്കിലും ഞങ്ങൾ മാത്രം രാജ്യം ഭരിക്കാം എന്ന് പറയുന്നതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത്? മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ വരുന്നതിന് മുമ്പ് UPA ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ഇവിടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആരാ? മൻമോഹൻ സിംഗ്. പക്ഷേ രാജ്യത്തലവന്മാർ വരുമ്പോൾ ആദ്യം കൈ കൊടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ഒപ്പിടുന്നതും സോണിയുമായിട്ടാണ്. അപ്പോൾ കിരീടം വെക്കാത്ത രാജ്ഞിയായിട്ട് വാണതാണ് സോണിയാഗാന്ധി. അപ്പോൾ സോണിയാഗാന്ധി കഴിഞ്ഞാൽ അടുത്ത ആളായിട്ട് വരേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷേ ജനങ്ങൾക്ക് അന്നത്തെ കള്ളത്തരം, അഴിമതി എല്ലാം മനസ്സിലായതോടുകൂടി ജനങ്ങൾ അവരെ തിരസ്കരിക്കുന്നു. വീണ്ടും ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും മോദി സർക്കാരിന് രണ്ടാമത് ഒരു ഊഴം കൂടി നൽകുന്നു. കോൺഗ്രസിനെ വേണ്ടെന്ന് പറയുന്നു. മൂന്നാമത്തെ ഊഴം വന്നപ്പോഴും അവർക്ക് കോൺഗ്രസിനെ വേണ്ട. അപ്പോൾ വിവിധ സഖ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉഡായിവ പരിപാടികളെല്ലാം നടത്തിയിട്ടും രാജ്യത്തെ ജനങ്ങൾ അവരെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് എല്ലാ മേഖലയിലും വികാസം പ്രാപിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്ത് വലിയ കുതിപ്പ് കാണിച്ച്, സൈനിക മേഖലയിൽ, ആയുധ നിർമ്മാണ മേഖലയിൽ, എന്തിന് രാജ്യത്തെ ഒരു ലോക ശക്തികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞത് നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ്. പക്ഷേ UPA സർക്കാരിൻ്റെ കാലത്ത് അങ്ങനെയല്ല. ഓരോ ഗ്രൂപ്പ് മീൻസ് ചെറിയ ചെറിയ കക്ഷികളുണ്ട്, സഖ്യകക്ഷികൾ. ഈ സഖ്യകക്ഷികളിൽ പെട്ട മന്ത്രിമാരെല്ലാം തന്നെ വലിയ അഴിമതി നടത്തുന്നു. അന്നുണ്ടായിരുന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞത് ചൈനയെ നമ്മൾ പേടിക്കണം, ചൈന ഇങ്ങോട്ടേക്ക് ഇടിച്ചു കയറിയാൽ നമ്മൾ ഭയപ്പെടണം, അതുകൊണ്ട് നല്ല റോഡ് വേണ്ട, നല്ല പാലം വേണ്ട, നല്ല റെയിൽപാത വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയോ ഇന്നത്തെ പ്രതിരോധ മന്ത്രിയോ ഇന്നത്തെ പ്രധാനമന്ത്രിയോ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നാളത്തെ ഇന്ത്യക്ക്, നാളത്തെ പൗരന്മാർക്ക് എത്രത്തോളം വികാസം വേണം അതിനനുസരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നാളത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സബ്മിറ്റ് ഇന്ത്യയിലായിട്ട് നടത്താൻ പോകുന്നു. ഫ്രാൻസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു. പുതിയ റഫേൽ പോലെയുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കരാറിൽ ഏർപ്പെടുന്നു. അവർ പറയുന്ന 60% വിമാനങ്ങൾ ഇന്ത്യയിൽ ടാറ്റ പോലെയുള്ള ഏജൻസികളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് മുമ്പ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നോ? ഇനി ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ഇപ്പം ഇതിനകത്ത് സബ്മിറ്റിനകത്ത് അമേരിക്ക ഇല്ല, റഷ്യ ഇല്ല, ജപ്പാൻ ഇല്ല, ചൈനയും ഇല്ല.
ഇവർ മാറി നിൽക്കുമ്പോൾ പോലും ലോകരാജ്യങ്ങൾ, ഇവരെന്ന് പറയാൻ നിസ്സാര ശക്തികളല്ലല്ലോ, ശക്തികൾ മാറി നിന്നാൽ പോലും ഈ ഇന്ത്യ വിചാരിച്ചാൽ ഇതിനെല്ലാം അപ്പുറം പോകാനൊക്കും. അതായത് നാളത്തെ ഈ ലോകം നയിക്കുന്നത് അല്ലെങ്കിൽ നയിക്കാൻ ശേഷിയുള്ളത്, നയിക്കാൻ കഴിയുന്നത് ഇന്ത്യ ആണെന്ന് കണ്ടുകൊണ്ടാണല്ലോ 80 അല്ലെങ്കിൽ രാജ്യത്തു നിന്നുള്ള പ്രതിനിധികൾ, വ്യവസായികളും ഏതാണ്ട് 20ഓളം രാജ്യത്തിന്റെ തലവന്മാർ ഇവിടെ വന്നിരുന്ന് സംസാരിച്ച്. ആ സ്ഥലത്തേക്കാണ് ഇതുപോലെയുള്ള കോമാളിത്തരം, അതായത് യൂത്ത് കോൺഗ്രസ് ഇതുപോലെ പ്രകടനം നടത്തും. ദേശീയ ലെവലിൽ യൂത്ത് കോൺഗ്രസിന്റെ പേര് വരും, അല്ലെങ്കിൽ അത് നയിച്ച രാഹുൽ ഗാന്ധിയുടെ പേര് വരും. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു പ്രചരണം കോൺഗ്രസിന് കിട്ടും. പക്ഷെ അത് ഉണ്ടാക്കിയ ഡാമേജ് ഇന്ത്യക്കാണ്. അത് ഈ പറയുന്ന കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഉണ്ടാക്കിയ ഡാമേജ് എന്താണെന്ന് ഇപ്പം മനസ്സിലായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.